തൃശ്ശൂർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ സഞ്ചരിക്കുമ്പോൾ തൃശ്ശൂർ വേണ്ടേ? അതൊക്കെ ഓരോരുത്തർ എടുത്തുകൊണ്ട് പോയത് നമുക്ക് അതിൽ തൃശ്ശൂരൊക്കെ നാളെ പോകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പൊക്കിക്കൊണ്ടുപോയത് നമ്മളെങ്ങനെ തൃശ്ശൂർ പോകാം? വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റിയെന്നാണ് BJP അവകാശപ്പെടുന്നത്. ഗ്യാസിന്റെ വില അതുപോലെയുള്ള പല അത് ഗ്യാസിന്റെ വില ഗ്യാസ് വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഗ്യാസിന്റെ വില ഗ്യാസ് വാങ്ങിക്കുന്നവർക്ക് അറിയാം, വീട്ടമ്മവർക്ക് അറിയാം. അതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇനി അവർ വോട്ട് ചെയ്യും. ഏതായാലും ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് പിണറായിനെ ഒന്ന് സ്വർണവും വെള്ളിയൊക്കെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ അന്തർധാര, അതായത് വല്ലാതെ കളിക്കേണ്ട, സ്വർണം കയ്യിലുണ്ട് എന്നാണ് മോഡി പറയുന്നത്. അതുകൊണ്ടാണ് പിണറായി നരേന്ദ്രമോദി എന്ന് തയ്ച്ച് പറയാറില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങളെയൊക്കെ സസ്പെൻഡ് ചെയ്ത പോലും അതിനെക്കുറിച്ച് പോലും അഭിപ്രായം പറയാൻ. എന്തെങ്കിലും കേന്ദ്രത്തിനെതിരെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഉടനെ സ്വർണം എന്ന് പറയുമ്പോൾ എല്ലാ പരാതി ഞങ്ങളുടെ മെക്കട്ടേക്കാണ്. മോഡി തരാത്തതിലല്ല, കേരളത്തിലെ MP ചോദിക്കാത്തതുകൊണ്ടാണ് കിട്ടാത്തതാണ്. ഞങ്ങൾ ചോദിക്കാഞ്ഞിട്ടല്ല, ചോദിക്കാൻ പറയും, ഇവിടെ ചോദിക്കാൻ പറയും, ഇവിടെ ചോദിക്കുമ്പോൾ അവിടെ ചോദിക്കാം. അതാണ് ഇന്ത്യയുടെ ഇന്നത്തെ മൊത്തത്തിലുള്ള അവസ്ഥ. ഈ വടകരയിൽ മത്സരിക്കാനുള്ള താല്പര്യം പാർട്ടി ഇല്ലേ? താല്പര്യമില്ല. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. അല്ലാതെ എനിക്ക് എന്റെ താല്പര്യം മത്സരരംഗത്തൊക്കെ ഒന്ന് മാറണം എന്നാണ്. പക്ഷെ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. കേന്ദ്ര സർക്കാരിനെതിരെ വിവിധ മൊത്തത്തിൽ അങ്ങനെയാണ് ഒരു ധാരണയുണ്ടാക്കി. കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് ഒരു ജനകീയ വിഷയങ്ങളൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകും. ഇപ്പൊ ഈ ഇലക്ഷൻ അടുത്തൊരു സാഹചര്യം, അല്ല ഗ്യാസിന്റെ വില അതുപോലെ ഇന്ധന വില, കാർഷിക മേഖലയിലെ വിഷയങ്ങൾ, ഞങ്ങളുടെ ഇതുണ്ടല്ലോ, ജാഥയുണ്ടല്ലോ, അതില് കേന്ദ്രത്തിന്റെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇനിയായിരിക്കും ജാഥ. ഒപ്പം കേരളത്തിലെ കാര്യവും പറയും. ഈ പോലീസ് അസോസിയേഷന്റെ ഗ്രൂപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അധിക്ഷേപിച്ചുകൊണ്ടൊരു വിഷയം ഉണ്ടാവുകയും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ട് അതിൽ കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയാം, പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ നടപടികളും പിണറായിന്റെ നിർദ്ദേശം അനുസരിച്ചാണ്. കേരള പോലീസിനെ ആർക്കും വിശ്വാസമില്ലാത്തതിന്റെ കാരണമാണ്. അത് പിണറായിന്റെ ഒരു പോഷക സംഘടനയാണ് കേരള പോലീസ്. അതുകൊണ്ട് കേരള പോലീസിൽ ഇനിയും പലതും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, പിണറായി തമ്പുരാൻ എന്നും നാട് വാഴില്ല എന്ന് പോലീസുകാരും മനസ്സിലാക്കുന്നതല്ല.